ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും തന്നെ നിങ്ങളുടെ ഡേറ്റ്സൊക്കെ അല്ലേ, നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ ഡേറ്റൊക്കെ വന്നു. അതൊക്കെ മനസ്സിലാക്കി സ്റ്റഡി പ്ലാനൊക്കെ റെഡിയാക്കി കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോകുന്നുണ്ട് എന്ന് തന്നെ മിസ് വിശ്വസിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനി എന്തായാലും ചെയ്ത് തുടങ്ങുക. ഓക്കെ, കാരണം മാർച്ച് 1 മുതൽ 26 വരെയാണ് നമ്മളുടെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളുടെ ലൈഫിലെ സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് എക്സാമാണ്. അപ്പോൾ അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആലോചിക്കുമ്പോൾ ഏറ്റവും അല്ലേ നമ്മുടെ ഭാഗത്തു നിന്ന് സിൻസിയർ ആയിട്ടുള്ള 100% നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നണം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അപ്പം മാർക്സിൻ്റെ കാര്യം മിസ് പറയുന്നില്ല, പക്ഷെ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് മാർക്ക് തന്നെ നിങ്ങൾ എയിം ചെയ്യുക. അങ്ങനെ എയിം ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മളെ ലൈഫിൽ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും വേറെ തന്നെ ഒരു ഫേസിലേക്ക് കടക്കാൻ പോകുന്നത്. കാരണം ഈ ഒരു +2 കൂടിയിട്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇത്രയും കാലമാണെങ്കിൽ നിങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നത് സെയിം കാര്യമായിരുന്നു അല്ലേ. ഇപ്പോൾ സയൻസുകാരാണെങ്കിൽ സെയിം ടെക്സ്റ്റ് ബുക്ക് സെയിം കാര്യങ്ങൾ, കൊമേഴ്സുകാരാണെങ്കിൽ സെയിം കാര്യങ്ങൾ അല്ലേ. പക്ഷേ ഈ ഒരു +2 കൂടിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള സ്പെഷ്യലൈസേഷനിലേക്ക് പോവുകയാണ്. ചില ആൾക്കാർ ഡോക്ടേഴ്സ് ആവാൻ വേണ്ടി പോകും, ചില ആൾക്കാർ എൻജിനീയേഴ്സ് ആവും, കുറച്ച് പേര് ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയിട്ട് അല്ലേ, കുറച്ച് പേരാണെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലകളൊക്കെ ചൂസ് ചെയ്യും. അപ്പോൾ ഇതോടുകൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? ഒരു രസത്തിന് വേണ്ടിയിട്ടല്ലല്ലോ പഠിക്കണേ അല്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു ജോബ് വേണം. ആ ജോബിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഫാമിലീനെ നമുക്ക് നല്ലപോലെ നോക്കാൻ പറ്റണം. സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയുള്ള ഒരു ലൈഫ് വേണം അല്ലേ. അപ്പോൾ അതിനെന്തായാലും നിങ്ങൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും 2 പേർക്കും അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത, ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതില്ലാതെ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ജോലിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്ന് മിസ് വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ചത്ത് പണിയെടുക്കണമെന്നല്ല, നമ്മളുടെ കാര്യം എന്താണോ അത് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അത് മിസ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മിസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ആ കുട്ടികൾക്കൊന്നും ആ ഒരു ക്വാളിറ്റി വരുന്നില്ലേ എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോവും. ഓക്കെ, അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അപ്പം എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വളർന്നു വരുന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളാണ് നമ്മുടെ അടുത്ത ജനറേഷൻ അല്ലേ. നമുക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, സിൻസിയറായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സക്സസ്ഫുള്ളാവും. ഓക്കെ, എന്തായാലും നിങ്ങൾ സക്സസ്ഫുള്ളാവും. നിങ്ങൾ ചെയ്യുന്ന ജോലിയോട്, നിങ്ങൾ ചെയ്യുന്ന വർക്കിനോട് സിൻസിയറാണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും ഷുവറായിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഈ ഒരു സിൻസിയറിറ്റി, ഹാർഡ് വർക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു വാക്ക് എല്ലാവരും എപ്പോഴും പറയുന്നതാണ്. പക്ഷേ മക്കളെ, അത് നമുക്ക് പതിയെ അല്ലേ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ക്വാളിറ്റീസാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്റ്റഡീസിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. +2 അല്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തെങ്കിലും ചെയ്തോളും എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയിലല്ല നമ്മൾ വളരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു എയിം ഉണ്ടല്ലേ, നമ്മുടെ +2ൽ ഫുൾ മാർക്ക് വാങ്ങിക്കുക. ഇനിയിപ്പോൾ നീറ്റിനും JEE കീമിനൊക്കെ പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എയിം ഉണ്ടാവും. അതല്ല, ഇനിയിപ്പോൾ ഡിഗ്രി PG ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ല മാർക്സ് നിങ്ങൾ എയിം ചെയ്യുന്നുണ്ടാവും. അത് മക്കളെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക. കാരണം ഇത് നിങ്ങൾക്കൊണ്ട് പറ്റുന്ന കാര്യമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വെറുതെ ഒഴിച്ചു കളയുന്നത്? എനിക്ക് വേണ്ട എന്ന് പറയുന്നത്. നമുക്ക് വേണം, അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മളത് നേടിയെടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള 2 കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, സിൻസിയറായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. വേറെ ഒരു കാര്യങ്ങളും നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് എൻ്റെ മക്കൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എത്തിപ്പിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങുക, ഒട്ടും ലേറ്റ് ആക്കാതിരിക്കുക. നല്ല റെഗുലറായിട്ടൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി ആ ടൈം ടേബിൾ, ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനിയിപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരാണ്, താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ UYARE ബാച്ചിൽ ജോയിൻ ചെയ്യാം. അത് മിസ് ഇപ്പോൾ വീണ്ടും പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മളെ ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ പബ്ലിക് എക്സാം. അപ്പോൾ ഈ ഒരു 3 എക്സാമുകൾ നമ്മൾ എന്തായാലും എഴുതും അല്ലേ. അത് ഏറ്റവും ബെസ്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം നിങ്ങൾ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയാലുള്ള ഏറ്റവും വലിയ ഗുണം, നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും. എത്രയോ തവണ നിങ്ങളുടെ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ.
അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് എത്രയായി, ഇനിയിപ്പോൾ ഒക്ടോബർ ഉണ്ട്, നമുക്ക് നവംബർ ഉണ്ട്, 2 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ 2 മാസം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഒറ്റ കാര്യമുള്ളൂ, സ്ട്രക്ചേർഡായിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരേ ബാച്ചിൽ ജോയിൻ ചെയ്യാം. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മളുടെ ബാക്ക്ലോഗ് സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബാച്ചിലെ മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിലെന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ചാപ്റ്റേഴ്സ്, ഇപ്പോൾ പുതുതായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ പഴയ ചാപ്റ്റേഴ്സ് ഇരുന്ന് പഠിക്കാനുള്ളൊരു സമയം ഉണ്ടാവില്ല അല്ലേ. കാരണം എന്താ, നമ്മൾ ഇനിയിപ്പോൾ പോകുന്നതിൻ്റെ കൂടെ പോകണം, അതെന്തായാലും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പോകുന്ന നമ്മുടെ ബാച്ച് ക്ലാസ്സുകളും ടൈം ടേബിളിലും കൂടെ തന്നെ പോവുക. അപ്പോൾ പഴയ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും, ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒന്നും എനിക്ക് അറിയില്ല, ചില ചാപ്റ്റേഴ്സ് എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ലോഗ് സീരീസ് തുടങ്ങുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ക്ലാസ്സുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് ആ ഒരു വൈകുന്നേരം സമയത്തായിരിക്കും ഇപ്പോൾ ഉള്ള ക്ലാസ്സുകൾ. പക്ഷേ ബാക്ക്ലോഗ് സീരീസ് വരുന്നത് ഒരു 9 to 10:30 ആയിരിക്കും. അപ്പോൾ ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, പഴയ ആദ്യത്തെ ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങുക. അതും ലൈവായിട്ടായിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒന്നും എവിടെയും മിസ്സാവില്ല. അതുമാത്രമല്ല പഴയ ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്യാൻ പറ്റും. ഇത് ഓൾറെഡി നമ്മുടെ ബാച്ചിൽ നേരത്തെ ജോയിൻ ചെയ്ത് ആദ്യത്തെ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ ഈ ബാക്ക്ലോഗ് സീരീസ് കാണേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന മക്കളോടാണ് മിസ് പറയുന്നത്. കാരണം ഇപ്പോൾ ഒത്തിരി മക്കൾ ഈ ബാക്ക്ലോഗ് സീരീസിൻ്റെ കൂടെ കേട്ടപ്പോൾ ഒത്തിരി ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളോടാണ് മിസ്സിന് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഉള്ള നമ്മുടെ ഒരേ ബാച്ചിൻ്റെ ടൈം ടേബിളിൻ്റെ കൂടെ തന്നെ പോവുക, പുതിയ ചാപ്റ്റേഴ്സ് പഠിക്കുക. ആദ്യത്തെ ഉള്ള തുടക്കത്തിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾ ബാക്ക്ലോഗ് സീരീസ് കണ്ടു പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപത്തെ ചാപ്റ്റേഴ്സും കഴിഞ്ഞു ആൻഡ് ഇപ്പോൾ ഉള്ള ചാപ്റ്റേഴ്സ് പഠിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു ടെൻഷൻ മാറിക്കിട്ടും. അപ്പം നമ്മൾ ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും എന്തായാലും മെജോറിറ്റി ഓഫ് പോർഷൻസ് നല്ല കോൺഫിഡൻസോട് കൂടി കവർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കവർ ചെയ്താലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് എക്സാം ഏറ്റവും ബെസ്റ്റായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം, ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഓണം എക്സാം കുറച്ചൊന്ന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഞാൻ ഇത്രയും പഠിച്ചല്ലോ എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതിൽ പല കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ ക്രിസ്മസ് എക്സാം ഏറ്റവും ബെസ്റ്റായിട്ട് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ എക്സാം സൂപ്പർ ഈസി, പബ്ലിക് എക്സാം പിന്നെ നമ്മുടെ കയ്യിലാണ് ആ ഫുൾ മാർക്സ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അത് നല്ലപോലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഒരേ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3,999 ആക്കിയിട്ടുണ്ട് നമ്മളുടെ ഫീസ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും, ഏറ്റവും നേരത്തെ കിട്ടും. നിങ്ങൾ എത്രത്തോളം ലേറ്റ് ആവുന്നോ ഈ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ മക്കൾ നമ്മുടെ ഒരേ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിവിഷൻ ബാച്ച്, UYARE റിവിഷൻ ബാച്ച്, +2 റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. ആ റിവിഷൻ ബാച്ചിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യുന്നുണ്ട്, വിത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ ബാച്ചിൽ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല തീരുമാനം എത്രയും നേരത്തെ എടുക്കുക. ഇനി ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് അനലൈസ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം എന്ന് വിചാരിക്കുമ്പം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവും, നമ്മുടെ ഒരു എക്സാം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കണം. അത് സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളാണെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതല്ല ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല, ഇതുവരെ ആയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ തന്നെ ആ ഒരു ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക, ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്.